ഇനി ടൈം ലൈനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ മഗധ എന്ന് പറയുന്ന മഹാജനപദത്തിൻ്റെ ഡൈനാസ്റ്റികളാണ്. മഗധ എന്ന് പറയുന്ന മഹാജനപദത്തിലെ ഡിഫറെൻറ്റ് ഡൈനാസ്റ്റീസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മഗധയുടെ ടൈം പീരീഡ് ഞാൻ പറഞ്ഞു ഏകദേശം 1200ഓളം വർഷമാണ്. ഈ 1200 വർഷവും മഗധ എന്നുള്ള പേരിലല്ല ഇരുന്നത്. പക്ഷെ മഗധ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ വരുന്ന ഏകദേശം ബംഗാൾ ബീഹാർ റീജിയനാണ്. ഈ ഭാഗം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജ്യങ്ങളോ രാജവംശങ്ങളോ അടുത്ത ഒരു 1200ഓളം വർഷം ഇരുന്നു. അപ്പോൾ ആ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം 600 BC മുതൽ 570 AD വരെയാണ്. 600 BC മുതൽ 570 AD വരെയാണ്. ഓർക്ക് 600 BC മുതൽ മിഡ് പോയിന്റ് വരെ ഏകദേശം 600 വർഷം, മിഡ് പോയിന്റ് മുതൽ 570 AD വരെ ഏകദേശം 600 വർഷം. 600 + 600 600 + 600 1200 ഏകദേശം 1200ഓളം വർഷം മഗധ ആസ്ഥാനമാക്കിയ രാജവംശങ്ങൾ നോർത്ത് ഇന്ത്യയും ഇന്ത്യയുടെ വലിയൊരു പങ്കും ഭരിച്ചു. ചില ഗ്രന്ഥങ്ങളിൽ ചില ബുക്കിൽ 570 AD പകരം 580 AD ആണ് കിടക്കുന്നത്. ദാറ്റ് ഈസ് ഓക്കെ. ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ 580 AD ആണുള്ളെങ്കിൽ ദാറ്റ്സ് ഫൈൻ. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം മഗധ ഭരിച്ച രാജവംശങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഡൈനാസ്റ്റീസ് ഓഫ് മഗധ ഭരിച്ച ഫസ്റ്റ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ ഹാര്യങ്കാസ് ആണ്. ഹാര്യങ്ക വംശമാണ് മഗധ ഭരിച്ച ആദ്യത്തെ വംശം. രണ്ടാമത്തെ വംശം ഹാര്യങ്കയ്ക്ക് ശേഷം ശിശുനാഗാസ് കഴിഞ്ഞാൽ നന്ദാസ്. ഈ 3 ഡൈനാസ്റ്റിയുടെയും കാലഘട്ടത്തിൽ മഗധ ഒരു മഹാജനപദം എന്നൊരു സ്റ്റാറ്റസിൽ, ഒരു ബിഗ് കൺട്രി എന്നുള്ളൊരു സ്റ്റാറ്റസിൽ നിന്നും മഹാജനപദമായിട്ട് നിന്ന കാലഘട്ടമാണ് ഹാര്യങ്ക, ശിശുനാഗ, നന്ദാസ് എന്നുള്ള കാലഘട്ടത്തിൽ. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം വരുന്നു. നന്ദവംശത്തിനെ തോൽപ്പിച്ചിട്ട് ഇന്ത്യയിലെ മഗധയുടെ റൂളിംഗ് മറ്റൊരു രാജ്യം പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു രാജാവ് പിടിച്ചെടുക്കുന്നു. ആ രാജാവ് തൊട്ടുള്ള വംശത്തിനെ അല്ലെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിയൻസ് എന്ത് വിളിച്ചു? മൗര്യൻ വംശം എന്ന് വിളിച്ചു. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം. മൗര്യൻ എംപയർ വന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം നന്ദാസിനെ ഡിഫീറ്റ് ചെയ്ത് കീഴടക്കി റൂളിംഗ് പിടിച്ചെടുത്താണ് മൗര്യന്മാർ അണ്ടർ ചന്ദ്രഗുപ്ത മൗര്യ. ഇന്ത്യയിലെ ആദ്യത്തെ എംപയറാണ് മൗര്യൻ എംപയർ. ഓക്കെ. സാമ്രാജ്യം എന്താ? സാമ്രാജ്യം ഓർ എംപയർ ഈസ് എ ബിഗ് കൺട്രി, വലിയ കൺട്രിയാണ്. അതിൻ്റെ ബൗണ്ടറി ഒരുപാട് അവർ എക്സ്റ്റെൻഡ് ചെയ്ത് അടുത്തടുത്തുള്ള കുറേ രാജ്യങ്ങളൊക്കെ കീഴടക്കിയിട്ടുണ്ട്. ചില സമയത്ത് കപ്പലിൽ കയറി കടൽ കടന്ന് ദൂരെയുള്ള ദേശങ്ങൾ പോലും കീഴടക്കുന്നവരെയാണ് നമ്മൾ സാമ്രാജ്യം എന്ന് പറയുന്നത്. ജോഗ്രഫിക്കലി വലിയൊരു രാജ്യം ഭരിക്കുന്ന കൺട്രീസിനെയാണ് നമ്മൾ രാജാക്കന്മാരെ അല്ല രാജഭരണത്തിനാണ് നമ്മൾ എംപയർ അല്ലെങ്കിൽ സാമ്രാജ്യം എന്ന് വിളിക്കുന്നത്. ചില സമയത്ത് അവർ കടൽ കടന്നു പോലും മറ്റ് സ്ഥലങ്ങൾ പോലും കീഴടക്കുന്നവരാണ് ഈ എംപയർ എന്നുള്ളൊരു സ്റ്റാറ്റസ് കൊടുക്കുന്നവർ. ഓക്കെ ആണോ? അപ്പോൾ മൗര്യൻസിൻ്റെ ക്യാപിറ്റൽ ഈ പറയുന്ന പഴയ മഗധയുടെ ക്യാപിറ്റൽ തന്നെ, പക്ഷെ പേര് മാറി. ഇനി മഗധ എന്നൊരു പേര് ഇനി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ ആ സ്ഥലം ആസ്ഥാനമാക്കിയാണ് ഇനി പറയുന്ന ആളുകളും എല്ലാം ഭരിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഗധ എംപയറും ഡിക്ലൈനായി. മഗധ ഡിക്ലൈൻ ആയതിനു ശേഷം റൂളിംഗ് പിടിച്ചെടുത്തതാണ് സുങ്കാസ്. അത്ര ഒരു കോൺട്രിബ്യൂഷൻ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, പക്ഷെ ചെറിയ കുറച്ച് പോയിന്റുകളുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ദെൻ സുങ്കാസ് ആണ് മൗര്യൻ വംശത്തിന് ശേഷം മഗധ ആസ്ഥാനമാക്കി ഭരണം നടത്തിയ വംശം സുങ്കാസ് ആണ്. അടുത്ത വംശം കൻവാസ് ആണ്. ഈ രണ്ട് വംശത്തിനും ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ രാജവംശങ്ങളെല്ലാം റൂൾ ചെയ്യുന്ന ക്ഷത്രിയന്മാരാണ്. സുങ്കാസും കൻവാസും മാത്രം റൂൾ ചെയ്ത് ക്ഷത്രിയന്മാരല്ല, ബ്രാഹ്മണിക്കൽ വംശത്തിൽപ്പെടുന്ന ആളുകളാണ് റൂളിംഗ് ചെയ്തത്. അഥവാ ബ്രാഹ്മണിക്കൽ രാജാക്കന്മാരായിരുന്നു. ബ്രാഹ്മണിക്കൽ ഡൈനാസ്റ്റീസ് ആണ് സുങ്കാസും കൻവാസും. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സുങ്കാസും കൻവാസും ഇന്ത്യയിലെ ആദ്യത്തെ ബ്രാഹ്മണിക്കൽ റൂളിംഗ് ഡൈനാസ്റ്റികളായിരുന്നു സുങ്കാസും കൻവാസും. ഓക്കെ ആണോ? ആൻഡ് മഗധ ഭരിച്ച ലാസ്റ്റ് ഡൈനാസ്റ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ആ ഡൈനാസ്റ്റിയുടെ പതനത്തോടുകൂടി മഗധയും ഇല്ലാതെയാകുന്നുണ്ട്. ആൻഡ് ഈ ഡൈനാസ്റ്റിയും ഒരു എംപയർ സ്റ്റാറ്റസിൽ വന്നതിനാൽ മൗര്യൻസിൻ്റെ അത്രയും വന്നില്ലെങ്കിൽ പോലും ഇത് ഒരു സാമ്രാജ്യമായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ദ ഗുപ്താസ് ഓർ ദ ഗുപ്ത എംപയർ. ആൻഡ് ദ ലാസ്റ്റ് വൺ ആണ് ഗുപ്ത എംപയർ. അപ്പോൾ ഡൈനാസ്റ്റീസ് ഏതൊക്കെയാണ്? ഹാര്യങ്കാസ്, ശിശുനാഗാസ്, നന്ദാസ്. ഈ 3 കാലഘട്ടത്തിലും അതൊരു മഹാജനപദമായിരുന്നു. അതിനുശേഷം ആദ്യത്തെ എംപയർ വന്നു മൗര്യൻ എംപയർ. അതിനുശേഷം സുങ്കാസും കൻവാസും വന്നു. അതിനുശേഷം ലാസ്റ്റ് ഡൈനാസ്റ്റി വന്നു, വിച്ച് വാസ് ഓൾസോ എൻ എംപയർ, ഗുപ്ത എംപയർ.
ഞാൻ എല്ലാ വർഷങ്ങളും എല്ലാ ഡൈനാസ്റ്റിയും വർഷങ്ങളും നിങ്ങൾക്ക് തരില്ല. ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കണം. മൗര്യൻ എംപയറിൻ്റെയും ഗുപ്ത എംപയറിൻ്റെയും വർഷങ്ങൾ പഠിക്കണം. അവർ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ പഠിക്കണം. അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് രാജാക്കന്മാരുടെ കോൺട്രിബ്യൂഷനൊക്കെ നമുക്ക് പഠിക്കണം. അത് നമ്മൾ ഡെപ്തിൽ നോക്കും. അപ്പോൾ മൗര്യൻസിൻ്റെ ടൈം പീരീഡ് നോക്കാം. 322 ബി സി മുതൽ 185 ബി സി വരെയാണ്. 322 ബി സി മുതൽ 185 ബി സി വരെയാണ്. ചില ബുക്കിൽ അത് 187 ബി സി ആണ്. കുഴപ്പമില്ല, നിങ്ങൾ 187 എന്ന് പഠിച്ചാലും കുഴപ്പമില്ല. ഓപ്ഷനിൽ 187 185 ഏതെങ്കിലും ഒരെണ്ണേ വരുള്ളൂ, അത് മാർക്ക് ചെയ്തോളൂ. 187 എന്ന് പഠിച്ചാലും കുഴപ്പമില്ല. 187 പഠിച്ച ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. 187 നമ്മൾ സാത്വാഹനാസ് എന്ന് പറഞ്ഞൊരു വംശം ഡെക്കാൻ റീജിയനിൽ സെൻട്രൽ ഇന്ത്യയിൽ പഠിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൗര്യൻ എംപയർ ആണ്. 322 ബി സി മുതൽ 187 ബി സി അല്ലെ 185 ബി സി വരെയുള്ളതാണ് മൗര്യൻ എംപയർ. കൺഫ്യൂഷൻ ആണെങ്കിൽ ഒരു ഇയർ ചൂസ് ചെയ്തോളൂ. 322 മുതൽ 187 ബി സി പറഞ്ഞോളൂ, അല്ലെങ്കിൽ 322 തൊട്ട് 185 ബി സി വരെ. ആ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ 2 ഇയറും പറഞ്ഞു തന്നത്. ദെൻ ഇത് ബി സി കാലഘട്ടത്തിലാണ് മൗര്യൻ എംപയർ എങ്കിൽ എ ഡി കാലഘട്ടത്തിലാണ് ഗുപ്ത എംപയർ. പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ദേ ലാസ്റ്റ് വർഷം ഓൾറെഡി നമ്മൾ പഠിച്ചു 570 എ ഡി ആണ്. ഫസ്റ്റ് വർഷം ഇതിന് സിമിലർ ആണ്. അപ്പോൾ ഈ ഗുപ്ത എംപയറുടെ ടൈം പീരീഡ് 320 എ ഡി മുതൽ 570 എ ഡി വരെ. 320 എ ഡി മുതൽ 520 എ ഡി വരെ. അപ്പോൾ മൗര്യൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 322 ബി സി മുതൽ 185 ബി സി വരെ. ഗുപ്തൻ പീരീഡ് 320 എ ഡി മുതൽ 570 എ ഡി വരെ. ഇത്രയാണ് മഗധ ഭരിച്ചിരുന്ന രാജവംശങ്ങൾ അഥവാ ഡൈനാസ്റ്റീസ്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റീക്യാപ്പ് ചെയ്യാം. ഈ റീക്യാപ്പിൽ ഞാൻ ഒരു അഡീഷണൽ പോയിന്റ് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഫോറിൻ ഇൻവേഷൻസ് നമ്മുടെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പീരീഡിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റേതായ ഒരു ക്ലാസിഫിക്കേഷനോട് നിങ്ങളെ പഠിപ്പിക്കും. ഈ നന്ദാസിൻ്റെയും മൗര്യാസിൻ്റെയും കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഫോറിൻ അധിനിവേശങ്ങൾ വന്നു. പുറത്തുനിന്നുള്ള രാജാക്കന്മാർ ഇന്ത്യ അറ്റാക്ക് ചെയ്തു വന്നു. ദെൻ പിന്നീട് വന്നത് കൻവാസിൻ്റെയും ഗുപ്താസിൻ്റെയും പീരീഡിലാണ് പിന്നീടുള്ള ഫോറിൻ ഇൻവേഷൻ വന്നത്. പല ജനറേഷനിലാണ് വന്നത്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിലാണ്, നന്ദാസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും മൗര്യൻസ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിലും ഒക്കെയാണ് ഈ ആദ്യത്തെ ഇൻവേഷൻ വന്നത്. അവിടെ ഒരു 2 ഇൻവേഷൻ വന്നിട്ടുണ്ട്. ഈ 2 ഇൻവേഷനും ചേർത്ത് ഞാനൊരു പേരിട്ട് വിളിക്കും, ഫോറിൻ ഇൻവേഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കും. ദെൻ ഈ ഒരു കാലഘട്ടം, കൻവാസിന് ശേഷമുള്ള കാലഘട്ടം, ഗുപ്ത പീരീഡിലൊക്കെ ഉള്ള കാലഘട്ടത്തിൽ 3 സെറ്റ് ഫോറിൻ ഇൻവേഷൻ വന്നു. ആദ്യം 2 രാജ്യങ്ങളിൽ നിന്നാണ് ഫോറിൻ ഇൻവേഷൻ വന്നത്. പിന്നീട് വന്നത് 3 രാജ്യങ്ങളിൽ നിന്ന്. പല കാലഘട്ടത്തിൽ പല ജനറേഷനിൽ വന്നതാണ്. അതിനെ ഞാൻ ഫോറിൻ ഇൻവേഷൻ സെക്കൻഡ് എന്നും വിളിക്കും. അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഡൈനാസ്റ്റീസ് ഓഫ് മഗധ ഒന്ന് നോക്കേ. ആദ്യത്തെ വംശം ഹാര്യങ്കാസ്, രണ്ടാമത്തെ വംശം ശിശുനാഗാസ്, മൂന്നാമത്തെ വംശം നന്ദാസ്, നാലാമത്തെ വംശം മൗര്യൻ എംപയർ മൗര്യാസ്, അഞ്ചാമത്തെ വംശം ശുംഗാസ്, അടുത്ത വംശം കൻവാസ്, ആൻഡ് ലാസ്റ്റ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഗുപ്താസ്. ഇന്ത്യയിൽ ആദ്യത്തെ ഫോറിൻ ഇൻവേഷൻ വന്ന നന്ദാസിൻ്റെയും മൗര്യാസിൻ്റെയും പീരീഡിൽ 2 സെറ്റ് രാജാക്കന്മാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഗസ് ചെയ്യാമോ ആരാണെന്ന്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻവൈഡ് ചെയ്ത് വന്ന ആളുകൾ ആരാന്ന് പറയാമോ? ഈ ക്വസ്റ്റ്യൻ ഞാൻ ക്ലാസ്സിൽ ചോദിക്കും. ഏറ്റവും കൂടുതൽ കുട്ടികൾ പറയുന്നത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന്. അല്ല, അലക്സാണ്ടർ ഇന്ത്യയിൽ വന്നു, ഒരു ഗ്രീക്ക് രാജ്യമായ മെസഡോണിയയിൽ നിന്ന് വന്നു. പക്ഷേ അത് 2ാമത്തെ സെറ്റ് ഫോറിൻ ഇൻവേഷനിലാണ് വന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻവൈഡ് ചെയ്ത് വന്നത് പേർഷ്യക്കാരായിരുന്നു, പേർഷ്യൻ ഇൻവേഷൻ. അപ്പോൾ ഈ 2 ഇൻവേഷനും ചേർത്ത് ഞാനിട്ട് വിളിക്കുന്ന പേര്, അത് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇട്ടേക്കുന്ന പേരാണ് ഫോറിൻ ഇൻവേഷൻ ഫസ്റ്റ്. ഇങ്ങനെ ഒരു പേരും ഹിസ്റ്ററിയിലില്ല. ദയവ് ചെയ്ത് ചരിത്രകാരന്മാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ ഇതിനെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. ഇത് കുട്ടികൾ പഠിക്കാനുള്ള സൗകര്യത്തിന് ഞാൻ തന്നെ ഇട്ടേക്കുന്നൊരു പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഫോറിൻ ഇൻവേഷൻസ് ഫസ്റ്റ്, അതായത് ആദ്യത്തെ ഫോറിൻ ഇൻവേഷൻ ഇന്ത്യയിൽ വന്നത് പേർഷ്യന്മാരുടെ ഇൻവേഷനാണ്. പേർഷ്യ എന്ന് പറയുന്നത് മോഡേൺ ഇറാൻ റീജിയനാണ്. മോഡേൺ ഇറാൻ റീജിയനെയാണ് നമ്മൾ പേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ മോഡേൺ ഇറാൻ റീജിയനിൽ നിന്നുള്ള ഇൻവേഷനാണിത്. രണ്ടാമത്തെ ഇൻവേഷൻ അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ രാജ്യത്തു നിന്നുള്ള അലക്സാണ്ടറിൻ്റെ ഇൻവേഷനായ മെസഡോണിയൻ ഇൻവേഷൻ അഥവാ അലക്സാണ്ടേഴ്സ് ഇൻവേഷൻ. മെസഡോണിയ ഓർക്ക ഒരു ഗ്രീക്ക് കൺട്രിയാണ്. അതൊരു ഗ്രീക്ക് കൺട്രിയാണ്. ഗ്രീസ് എവിടെയാണ് ഉള്ളത്? നമ്മുടെ ഇത് ഏഷ്യ ആണെങ്കിൽ ഇത് വരച്ചിരിക്കുന്ന ഏഷ്യയുടെ മനോഹരമായ ഒരു ചിത്രമാണ്. ഇത് ഇന്ത്യയാണോ ഉദ്ദേശിച്ചത്? അപ്പോൾ ഇത് ഏഷ്യ ആണെങ്കിൽ ഇത് നമ്മുടെ ഏഷ്യയാണ്. നിങ്ങൾ ഇത്രയും മനോഹരമായിട്ട് പടം വരയ്ക്കുന്ന ഒരാളല്ലെങ്കിലും എൻ്റെ ഈ നോട്ട് നോക്കുക, എനിക്ക് ഇത്രയും മനോഹരമായിട്ട് വരയ്ക്കാൻ അറിയാം. അപ്പോൾ ഇത് ഏഷ്യ ആണെങ്കിൽ ഇവിടെയാണ് യൂറോപ്പ് വരുന്നത്. അവിടെ താഴെ കുറച്ച് ഐലൻഡ് കൺട്രീസ് ഉണ്ട്, അവിടെയാണ് നമ്മുടെ ഇത് യൂറോപ്പ് ആണെങ്കിൽ, യൂറോപ്പ് അവിടെ നിന്ന് അങ്ങനെ തുടങ്ങി പോവുകയാണെങ്കിൽ
ഇങ്ങോട്ട് യുറേഷ്യ എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ പാർട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ യൂറോപ്പ് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇത് ഏഷ്യയാണ്, ഇത് ഏഷ്യയുടെ വെസ്റ്റ് എൻഡ് ആണെങ്കിൽ ഈ കൺട്രീസിനാണ് നമ്മൾ ഗ്രീക്ക് ഐലൻഡുകൾ വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ പാവം അലക്സാണ്ടർ ലോകം കീഴടക്കാൻ എന്നുള്ള ചെറിയ ആഗ്രഹത്തിൽ ഇറങ്ങി തിരിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെൻ്റ് ദേ ഇവിടെയാണ് കിടക്കുന്നത്. ആഫ്രിക്കയും ഏഷ്യയും തമ്മിലൊരു ലാൻഡ് കണക്ഷൻ ഉണ്ട്. ആഫ്രിക്കയും ഏഷ്യയും തമ്മിലൊരു ചെറിയൊരു ലാൻഡ് കണക്ഷൻ ഉണ്ട്. ആ ലാൻഡ് കണക്ഷൻ വഴി നമുക്ക് കരമാർഗം സഞ്ചരിച്ച് ഏഷ്യയിൽ നിന്ന് ആഫ്രിക്കയിൽ പോകാം. ആൻഡ് ദാറ്റ് ആ ലാൻഡ് കണക്ഷൻ്റെ പേരാണ്, അതൊരു പെനിൻസുലയാണ്. പെനിൻസുല മീൻസ് 3 സൈഡിലും വാട്ടർ കൊണ്ട് കവർ ചെയ്യുന്നതിനാണ് നമ്മൾ പെനിൻസുല എന്ന് പറയുന്നത്. ഇത് സൗദി അറേബ്യയാണ്, ഇത് അറേബ്യൻ പെനിൻസുലയാണ്, ഇത് ഇന്ത്യയാണ്, ഇത് ഇന്ത്യൻ പെനിൻസുല എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ 3 സൈഡിൽ വെള്ളം കൊണ്ട് കവർ ചെയ്ത് ഈ പെനിൻസുലയുടെ പേരാണ് സിനായി പെനിൻസുല. ജോഗ്രഫി ക്വസ്റ്റ്യൻ ആണ്, സിനായി പെനിൻസുല. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അലക്സാണ്ടർ സ്ഥലം എവിടെയെന്ന് ഞാനൊന്ന് മാപ്പിൽ കാണിച്ചു തന്നെ. എന്തിനാ? ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിനൊരു പ്രത്യേകതയുണ്ട്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, നമ്മുടെ തലച്ചോറ് നമ്പറുകളും ഫാക്റ്റുകളും ഫിഗറുകളും ഓർത്തിരിക്കാൻ കുറച്ച് പുറകോട്ടാണ്. ഓർക്കുന്നത് ചിത്രങ്ങളും കഥകളുമാണ്. അതുകൊണ്ടാണ് ഹിസ്റ്ററിയെ കഥ പോലെ പഠിക്കാൻ പറഞ്ഞത്. അത് എനിക്ക് എവിടെയൊക്കെ ചിത്രം നോക്കാമോ, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പിക്ചേഴ്സ് ഇട്ട് പോയിൻ്റ് ഇട്ട് ഒന്നിന് താഴെ അടുത്തതായൊക്കെയുള്ള പിക്ചറിൻ്റെ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 2, ഈ മാപ്പ് വരച്ച് കാണിച്ചത് ഈ ഗ്രീക്ക് കൺട്രിയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കുറച്ചുകൂടെ മെമ്മറിയിൽ ഇരുത്താൻ വേണ്ടിയാണ്. അപ്പോൾ ഹിസ്റ്ററിയിൽ എവിടെയെങ്കിലും പഠിക്കുമ്പോൾ ഒരു സ്ഥലം കണ്ടാൽ വെറുതെ പോയിട്ടോ വേൾഡ് മാപ്പിലോ ഇന്ത്യയുടെ മാപ്പിലോ ചുമ്മാ ഒന്ന് ഓടിച്ച് സ്ഥലം മാത്രം നോക്കാം. എക്സാക്ട് സ്ഥലം നോക്കണ്ട. ഒരു കാര്യം ഗുജറാത്തിലാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗുജറാത്തിൻ്റെ മാപ്പ് നോക്കിയാൽ മതി. പഠിച്ച കാര്യം കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് മനസ്സിൽ ഇംപ്രിൻറ്റ് ചെയ്തിരിക്കും. അപ്പോൾ എവിടെയൊക്കെ കഥയാക്കാമോ, ഹിസ്റ്ററിനെ മുഴുവൻ കഥയാക്കാൻ പറ്റും, നമുക്ക് കഥയാക്കാമോ, എവിടെയൊക്കെ ചിത്രമാക്കാൻ പറ്റുമോ അവിടെ അതെല്ലാം ചെയ്യാം. അപ്പോൾ ജോഗ്രഫി പഠിക്കുമ്പോൾ നിർബന്ധമായിട്ടും പഠിക്കുന്ന കാര്യങ്ങൾ മാപ്പിൽ നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാപ്പിൽ നോക്കി പഠിക്കുക. ഡയഗ്രത്തിൽ നോക്കി പഠിക്കാൻ പറ്റുന്നത് ഡയഗ്രത്തിൽ നോക്കി പഠിക്കുക. അപ്പോൾ കുറച്ചുകൂടെ ഓർമ്മയിൽ നിൽക്കും. കാരണം നമ്മുടെ തലച്ചോറ് ഫാക്റ്റുകളും ഫിഗറുകളും നമ്പേഴ്സിനെയും ഫാക്റ്റിനേക്കാളും കൂടുതൽ ഓർക്കുന്ന ചിത്രങ്ങളും കഥകളുമാണ് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ടർ നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് പഠിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻവേഷൻസ് ആണ് അല്ലേ, ഫോറിൻ ഇൻവേഷൻസ് ആണ്. ഫോറിൻ ഇൻവേഷൻസ് ഫസ്റ്റാണ് പറഞ്ഞ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഫോറിൻ ഇൻവേഷൻ വന്നത് പേർഷ്യൻ ചക്രവർത്തിമാരാണ്. 3 ജനറേഷനായിട്ട് വന്ന 3 സെറ്റ് ഫോറിൻ ഇൻവേഷനാണ് പേർഷ്യൻ ഇൻവേഷനിൽ വന്നിട്ടുള്ളത്. പിന്നീട് വന്നത് നമ്മുടെ മെസഡോണിയൻ ഇൻവേഷൻ, അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ഇൻവേഷനാണ്. അടുത്ത ഇൻവേഷൻ വന്നത് കൻവാസിന് ശേഷം ഗുപ്താസിൻ്റെ ഒരു പീരീഡിലാണ് ഫോറിൻ ഇൻവേഷൻ സെക്കൻഡ് വന്നത്. 3 രാജ്യങ്ങളിൽ വന്നു. ആദ്യത്തേത് ബാക്ട്രിയൻ ഇൻവേഷൻ, അതും ഒരു ഗ്രീക്ക് രാജ്യമാണ് കേട്ടോ. അതും ഒരു ഗ്രീക്ക് രാജ്യത്തിൽ നിന്നുള്ള ഇൻവേഷനാണ് ബാക്ട്രിയൻ ഇൻവേഷൻ. അടുത്തത് സാക്ക എന്ന് പറഞ്ഞ സെൻട്രൽ ഏഷ്യ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൻ്റെ ട്രൈബൽ ഗ്രൂപ്പിൻ്റെ ഇൻവേഷൻ, സാക്ക ഇൻവേഷൻ, ശാകന്മാരുടെ ഇൻവേഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ കുഷാന ഇൻവേഷൻ. കുഷാനാസ്, കനിഷ്കൻ്റെ വംശമാണ് കുഷാനാസ്. നമ്മൾ പേര് കേട്ടിട്ടുണ്ടാകും, കുറച്ച് പേരെങ്കിലും പേര് കേട്ടിട്ടുള്ളതാണ് കനിഷ്കൻ്റെ വംശമാണ് കുഷാനാസ്. അപ്പോൾ ഇങ്ങനെയുള്ള 3 ഇൻവേഷൻ വന്നു. കൻവാസിന് ശേഷം ഗുപ്ത പീരീഡിൽ വന്നു ബാക്ട്രിയൻ ഇൻവേഷൻ, സാക്ക ഇൻവേഷൻ, കുഷാന ഇൻവേഷൻ. നന്ദാസ് മൗര്യാസ് പീരീഡിൽ വന്നു ആദ്യത്തെ ഇൻവേഷൻ. ഏറ്റവും ആദ്യം ഇന്ത്യയിലേക്ക് ഇൻവേഡ് ചെയ്ത് വന്ന പേർഷ്യക്കാരാണ്. പേർഷ്യൻ ഇൻവേഷനും മെസഡോണിയൻ ഇൻവേഷനും. പിന്നീട് വന്നവരാണ് ബാക്ട്രിയൻ, സാക്കാസ്, കുഷാനാസ്. ഇത്രയാണ് ഡൈനാസ്റ്റീസ് ഓഫ് മഗധയും ആ കാലഘട്ടത്തിൽ വന്ന ഫോറിൻ ഇൻവേഷൻസും ടൈം ലൈനിൽ പ്രകാരം. ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്ക് ഏൻഷ്യൻ്റ് ഹിസ്റ്ററിയിൽ നമ്മുടെ മഗധയ്ക്ക് ശേഷം, മഗധ ഏകദേശം ഒരു 570 AD ആയപ്പോഴത്തേക്ക് എൻഡ് ചെയ്തു. ചിലയിടത്ത് 580 ആണ് പറയുന്നത്. അപ്പോൾ 570 AD ആയിട്ട് എൻഡ് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ മഗധയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ വലിയൊരു പോർഷനും ഭരിച്ചത്. ഇത് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയുടെ വലിയൊരു പോർഷനും ഭരിച്ചത്, പല കാലഘട്ടത്തിലും ഭരിച്ചത് മഗധയാണെങ്കിൽ, അതിൻ്റെ ആസ്ഥാനം ബംഗാൾ ബീഹാർ റീജിയൻ ആണെങ്കിൽ, ഇനി ഇന്ത്യയുടെ വലിയൊരു പങ്കും റൂൾ ചെയ്യാൻ പോകുന്നത്, മഗധയുടെ അത്രയും വലിപ്പമില്ലെങ്കിലും വലിയൊരു ഭാഗം റൂൾ ചെയ്യാൻ പോകുന്നത് ഉത്തർപ്രദേശ് ആസ്ഥാനമാക്കി ഭരിക്കുന്ന കനോജ് എന്ന് പറയുന്ന ഒരു രാജ്യമായിരിക്കും ഇന്ത്യയുടെ വലിയൊരു പാർട്ടും ഭരിക്കാൻ ഇനി പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ കനോജിൻ്റെ ഹിസ്റ്ററിയാണ് നോക്കുന്നത്.